ഇത്രയും വലിയൊരു തിരക്ക് കാണുന്നത് തന്നെ കേരളത്തിലെ ഒരു പ്രശസ്തമായ സദ്യ കഴിക്കാനുള്ള തിരക്കാണ് പഴയിടം സദ്യ. ഇന്ത്യയിൽ വിവിധ സംസ്ഥാനത്തു നിന്നും വിദേശത്തു നിന്നും ഒക്കെ വരുന്ന ആൾക്കാർ ഇവിടെ വന്നാൽ പഴയിടത്തിന്റെ രുചി അറിയാതെ പോകില്ല. ഇഞ്ചി, നാരങ്ങ, മാങ്ങ, പച്ചടി, കിച്ചടി അങ്ങനെ തുടങ്ങി 10 കൂട്ടം തൊടുകറികളും 3 കൂട്ടം പായസവുമാണ് ഈ സദ്യയിൽ വരുന്നത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് പഴയിടത്തിന്റെ സദ്യ കഴിക്കുന്നത്. പരിപ്പ് മുതൽ തൊടുകറികളും സാമ്പാറും അടപ്രഥമനും കടലപ്പായസവും എല്ലാം നന്നായിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ബോളിയും പാലട പായസവുമാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അത് പഴമയുടെ രുചി ഒട്ടും ചോരാതെ ഇന്നും സദ്യ കൊടുക്കുന്നൊരിടം ആയതുകൊണ്ട് തന്നെ ശാരീരിക വെല്ലുവിളികളെ പോലും തരണം ചെയ്ത് ഇവിടത്തെ സദ്യ കഴിക്കാൻ ആൾക്കാർ വരാറുണ്ട്. ഞാൻ പല സദ്യയും കഴിച്ചിട്ടുണ്ട്. പക്ഷേ കേരളത്തിലെ തന്നെ നമ്പർ 1 ആയ പഴയിടത്തിന്റെ സദ്യ കഴിക്കാൻ കിട്ടിയ വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു. പണ്ട് യുവജനോത്സവത്തിന് കഴിച്ച അതേ ടേസ്റ്റ് ഇവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. I'm not usually a fan of sadhya. I don't go to places and have, but I'm really glad I came here and had the Kerala's number 1 sadhya from here. I really enjoyed it. വളരെ രുചിയെല്ലാം നന്നായിരിക്കുന്നത്. സദ്യയെ സംബന്ധിച്ചിടത്തോളം നല്ല സദ്യയാണ്. അങ്ങനെ സദ്യയുടെ അവസാന ഘട്ടമായ പുളിശ്ശേരിയും രസവും പച്ചമോരും കുടിച്ച് ഞാനങ്ങോട്ട് അവസാനിപ്പിച്ചു. സദ്യ മൊത്തത്തിൽ അടിപൊളിയായിരുന്നു കേട്ടോ. സദ്യയുടെ പ്രൈസ് വരുന്നത് 250 രൂപയാണ്. ഇവിടെ 12 മണി മുതൽ 4 മണി വരെയാണ് സദ്യ കൊടുക്കുന്നത്. എല്ലാ ദിവസവും കട ഓപ്പൺ ആണ്. ലൊക്കേഷൻ വരുന്ന തിരുവനന്തപുരത്ത് അട്ടക്കുളങ്ങരയുള്ള പഴയിടം രുചി.